ജനീഷയുടെ ഒക്കെ ആ എഴുത്തുകൾ ഇങ്ങനെ എന്താ പറയുന്നത്, ഒരു പലവട്ടം വായിച്ചു. കാരണം നല്ല വൈകാരികമായ ഒരു 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 പുസ്തകമായിരുന്നു. നമുക്ക് വളരെ ഫീൽ ചെയ്യുന്ന ഒരു പുസ്തകം. അദ്ദേഹം തന്നെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഞാൻ റെഫർ ചെയ്ത ഒരു പുസ്തകമാണ്, നിങ്ങളൊക്കെ വായിക്കണം എന്ന് പറഞ്ഞൊരു പുസ്തകമാണ്. ഞാനിത് എൻ്റെ ഡിഗ്രി കാലഘട്ടത്തിൽ, ഞാൻ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന 96 സമയത്താണ് ഈ ദസ്തേവ്സ്കിക്ക് 1996 വയലാർ അവാർഡ് കിട്ടുന്നത് ഈ പുസ്തകത്തിന്. അപ്പൊ അദ്ദേഹം ദസ്തേവ്സ്കി അല്ല, പെരുമ്പടവത്തിൽ, ഈ പെരുമ്പടവും ശ്രീധരൻ, ഞാൻ എസ് എൻ കോളേജിൽ പഠിക്കുമ്പോൾ കോളേജിൽ അന്നൊരു ഇനാഗുറേഷൻ അദ്ദേഹത്തിനെയാണ് ക്ഷണിച്ചത്. അപ്പൊ ആ ദസ്തേവ്സ്കിയുടെ കഥകൾ പറയുന്ന ആ പുസ്തകം അദ്ദേഹത്തിന്റെ മനസ്സിലൂടെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് തന്നെയാണ് നിങ്ങൾക്ക് ആസ്വാദന ഗ്രൂപ്പില് കിട്ടിയതെന്നുള്ളതും. അത് നിങ്ങൾ നന്നായിട്ട്, അതായത് ഞങ്ങൾ 3-4 പേര് റിവ്യൂ ചെയ്തതിന് ശേഷമാണ് ഏതാണ്ട് 150ഓളം ആസ്വാദന ഗ്രൂപ്പുകൾ വന്നതിൽ നിന്നാണ് 3 പേരെ സെലക്ട് ചെയ്ത് ചോദിച്ചാലേ അത് ദൈവത്തിന്റെ കയ്യൊപ്പുള്ള മനുഷ്യൻ അല്ലേ അദ്ദേഹത്തിൽ ദൈവത്തിന്റെ കയ്യൊപ്പുള്ള മനുഷ്യൻ എന്നാണ് ദസ്തേവ്സ്കിയെ പറ്റി പെരുമ്പടം പറഞ്ഞത്. എന്തുകൊണ്ടെന്നാൽ ശരിക്കും യാതനകളും വിഷമങ്ങളും ദുഃഖങ്ങളും ഒക്കെ അനുഭവിച്ചിട്ടും നല്ല രീതിയിൽ നമ്മുടെ മനസ്സിന് നല്ല ജീവിതത്തെ പറ്റി പഠിപ്പിക്കും. ഓരോരുത്തർക്കും ഓരോ കഴിവ് നിങ്ങളുടെ ഉള്ളിലുണ്ട് എന്ന് പറയാൻ വേണ്ടി ഞാനത് പറഞ്ഞത്. അല്ലാതെ അത് അവർക്ക് ട്രോഫി കിട്ടി, അവർക്ക് ആ വാസനയുണ്ട്, അതുകൊണ്ട് അവരോട് അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. അത് അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു വിഷയം. ഇപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പല വിഷയങ്ങളും കാണും. നിങ്ങളുടെ വിഷയം തിരഞ്ഞെടുക്കാനും നിങ്ങളുടെ ലഹരി എന്താണെന്ന് തിരഞ്ഞെടുക്കേണ്ടയും ചുമതല നിങ്ങൾക്ക് മാത്രമാണെന്ന് ചോദിച്ചാൽ അതുമല്ല. നമ്മുടെ ലക്ഷ്യങ്ങൾ നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞു. ആ ലക്ഷ്യം നേടുന്നവരെ നമ്മളുടെ ഉറക്കമില്ലാത്ത സമയങ്ങളായിരിക്കും. പക്ഷെ നിങ്ങൾ പരീക്ഷ എടുക്കുമ്പോൾ മാത്രം ഉറപ്പൊഴിയാൻ നിൽക്കരുത്. നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ഒരു ടൈം ടേബിൾ ഉണ്ടാവണം. നിങ്ങൾ അതിനു വേണ്ടി ശ്രമിക്കണം. അമിതമായിട്ട് ഇതെല്ലാം സാക്രിഫൈസ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. ലൈഫിൽ മൊത്തം സാക്രിഫൈസ് ചെയ്യേണ്ട, സുഖങ്ങളും സന്തോഷങ്ങളും എല്ലാം നമ്മുടെ ലൈഫിൽ കൊണ്ടുപോകണം. ഇടയ്ക്കൊക്കെ ഒരു ചേഞ്ച് ഉണ്ടാവണം. അപ്പം ലഹരിയെ പറ്റി കൂടുതലായും പറയാൻ രീതിയിൽ ഒരു ട്രെയിനിങ് കിട്ടിക്കഴിഞ്ഞു എങ്കിലും വളരെ നേരിയ ഒരു സാധ്യത പോലും നമ്മൾ ഉപയോഗിക്കരുത്. കാരണം നമ്മുടെ ചുറ്റും ഇന്ന് വളരെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. സോഷ്യൽ മീഡിയ ആയാലും ശരി, ചുറ്റുപാടായാലും ശരി, ഒരുപാട് നമ്മളെ വീഴ്ത്താനുള്ള കുഴികൾ നമ്മുടെ ചുറ്റുമുണ്ട്. അങ്ങനെയുള്ള ഒരു കുട്ടിലേക്കോ കെട്ടുപാടിലോ നിങ്ങൾ ചെന്ന് ചാടരുത്. നിങ്ങളുടെ ലഹരി എന്ന് പറയുന്നത് ഇന്ന് വിദ്യാഭ്യാസമാണ്. ആ വിദ്യാഭ്യാസത്തിലൂടെ അതൊരു പഠനം മാത്രമല്ല, വായന, അതുപോലെ കലാകായിക മത്സരങ്ങൾ നിങ്ങൾ വളരെ നന്നായി പങ്കെടുക്കുന്നതുകൊണ്ട് നിങ്ങൾ എല്ലാ കാര്യങ്ങളിലും വളരെ വളരെ ആക്റ്റീവ് ആവും. എന്താണോ അവനവന്റെ താല്പര്യം, ആ താല്പര്യത്തിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകുക. ചെറിയ ചെറിയ സ്വപ്നങ്ങളെക്കാൾ ഉപരി വലിയ സ്വപ്നങ്ങൾ കാണാൻ പഠിക്കുക. അബ്ദുൽ കലാം പറയുന്നത് കേട്ടില്ലേ? അബ്ദുൽ കലാം സാറെ അറിയാതെ അല്ലേ? അഗ്നിച്ചിറകൾ വായിച്ചിട്ടില്ലേ? വലിയ, അതായത് നമ്മൾ അത്രയും വലിയ മിഷൻ, ഹിമാലയത്തെ പോലെ, അതായത് അത്രയും വലിയ വലിയ ആഗ്രഹങ്ങൾ നമ്മൾ ചിന്തിക്കുക, നമ്മൾ ആ ആഗ്രഹത്തിന് വേണ്ടി പ്രവർത്തിക്കുക. അതുപോലെ തന്നെ നമ്മുടെ സാധാരണ നമ്മുടെ ബുക്കുകളെ കുറിച്ച് പറഞ്ഞു. ആൽക്കെമിസ്റ്റ് എന്ന ബുക്കിനെ നിങ്ങൾ കേട്ടിട്ടില്ലേ? ആൽക്കെമിസ്റ്റുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട അതിലൊരു തീം എന്ന് പറയുന്നത് നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത്, ഞാൻ എന്തായി തീരണം എന്ന് നമ്മൾ ചിന്തിക്കുന്നിടത്ത് അതിനുവേണ്ടി തീവ്രമായി നമ്മൾ എല്ലാ വിധത്തിലും നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ഈ ഭൂമി, ഈ അന്തരീക്ഷം, ഈ ചുറ്റുപാട് നമ്മുടെ ഒപ്പം തന്നെ അതിനനുസരിച്ച് ഫോർമേഷനായി നമ്മുടെ ഒപ്പം തന്നെ നിൽക്കും എന്നാണ്. അതിനൊരുപാട് ഉത്തമ ഉദാഹരണങ്ങൾ ഒരുപാട് പേരുണ്ട് നമ്മുടെ മുമ്പിലുള്ള മഹാന്മാർ.
ഇതിൽ നിന്നെല്ലാം വിമുക്തമായി പുസ്തകം എഴുതണം എന്ന് പറഞ്ഞ് അദ്ദേഹം എഴുതുകയും അവസാനമായിട്ട് നല്ലൊരു രീതിയിൽ തന്നെയാണ് കഥയും അവസാനിക്കുന്നത്. ശരിക്കും നമ്മുടെ പ്ലസ് തന്നെയാണ്. കാരണം സാറിന്റെ ഓരോ വാക്ക് നമ്മളെ ഹാർട്ടിനെയും ഹെഡിനും ബ്ലഡിനും കൂടെ സാറ്റിസ്ഫൈ ചെയ്യുന്നതായിരുന്നു സാറിന്റെ ഓരോ വാക്ക്. നമുക്ക് സാറിന്റെ പ്രഭാഷണത്തിൽ സാറ് പറഞ്ഞ കാര്യങ്ങൾ സാറുടെ ജീവിതത്തിലെ സ്വന്തം എക്സ്പീരിയൻസോടുകൂടെ ചേർത്തിണക്കി കോർത്തിണക്കി സാറ് പറയുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്ന ഒരു കാര്യം സാറ് നല്ലൊരു അക്ഷര സ്നേഹിയാണെന്നുള്ളതാണ് അല്ലെ. പുസ്തകങ്ങളിലെ അക്ഷരങ്ങളിലൂടെ മാത്രമല്ല അക്ഷരങ്ങൾക്കിടയിലൂടെ വരികൾക്കിടയിലൂടെയും ഒരുപാട് കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കി ജീവിതത്തിലോട്ട് പകർത്തിയ. ഗുഡ് മോർണിംഗ് എവരിവൺ. ആദ്യം തന്നെ പറയാനുള്ളത്, ഇന്ന് ഈ ഒരു വേദിയിൽ സംസാരിക്കുക എന്ന് പറയുന്നത് വളരെ വലിയൊരു ബ്ലെസ്സിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മുടെ സ്കൂളില് ഡിസ്ട്രിക്ട് ലെവലിൽ നടത്തിയ ബുക്ക് റിവ്യൂ കോമ്പറ്റീഷന് നമ്മുടെ സ്കൂളിന്റെ ആയിട്ട് പ്രൈസ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കലാമേളയുടെ സെക്കൻഡ് ഡേ ആണെന്ന് വിമുക്തി ടീം സജീവ് സാർ ആയിക്കോട്ടെ, റേഞ്ചിലെ ഓഫീസേഴ്സ് ആയിക്കോട്ടെ, ദൃശ്യമായിക്കോട്ടെ,